തെരഞ്ഞെടുപ്പ് ഫലം എത്തി 6 ദിവസം കഴിഞ്ഞിട്ടും ആര് കേരളം നയിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമായിട്ടില്ല. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി കസേരയിൽ വിജയി കയറുമ്പോഴും നാഥനില്ല കളരിയായി അവശേഷിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പദത്തിലേക്ക് 3 പേരുടെ പേരുകൾ ചർച്ചയാകുമ്പോഴും വിഷയത്തിൽ കാത്തിരിക്കുന്നത് വമ്പൻ ടെസ്റ്റാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പദം അഥവാ മുഖ്യമന്ത്രി കസേര ശരിക്കും കാത്തിരിക്കുന്നത് മറ്റൊരു വ്യക്തിക്കാണ്. അതായത് എന്തുകൊണ്ടും മുഖ്യമന്ത്രി പദത്തിന് എത്താൻ യോഗ്യൻ ശശി തരൂർ എംപിയുടെ പേരാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യമാണ് പുറത്തുവരുന്ന സൂചന. അതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെ ഉദ്യോഗം നിറഞ്ഞ 3 മണിക്കൂർ ചർച്ചകൾക്കൊടുവിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ് പിരിഞ്ഞത്. ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷവും 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാം എന്നാണ് തീരുമാനം. അതായത് 2 ദിവസം ചോദിച്ചത് ഈ മുന്നിൽ നിൽക്കുന്ന 3 പേരെ അല്ല എങ്കിൽ മുഖ്യമന്ത്രി പദത്തിനായി നിൽക്കുന്നവരെ ഒന്ന് അനുനയിപ്പിക്കാനുള്ള സമയമാണ്.